ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിടാമുയർച്ചി എന്ന് പറയുന്ന തല അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമ. തല അജിത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പത്മഭൂഷൺ തല അജിത്തിന്റെ വിടാമുയർച്ചയെ കുറിച്ചിട്ടാണ്. 1-2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത്. ഏറെ പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറായിട്ടുള്ള മകൾ തിരുമേനിയുടെ ഒപ്പമാണ് അദ്ദേഹം ഇപ്രാവശ്യം ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിലറിലൊക്കെ കാണുന്ന സെയിം സാധനം തന്നെ ഒരു റോഡ് മൂവിയാണ് പടം മൊത്തത്തില്. അതായത് അജിത്തും അജിത്തിന്റെ ഭാര്യയായിട്ടുള്ള തൃഷയും ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് തൃഷയെ കാണാതാവുകയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കുറച്ച് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ സംഭവങ്ങൾ കുറച്ചധികം ലവ് ഇമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഒരു ഇന്ത്യൻ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒരു സാധനങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തില്ല എന്നുള്ളതാണ്. തുടക്കത്തിലൊരു പാർട്ടി സോങ് ഉണ്ട്, അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറൊരു പഞ്ചോ മാസ് ഡയലോഗോ ഒരു തരത്തിലും ഇല്ലാത്ത ഒരു ക്ലീൻ സിനിമ. ശരിക്കും പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുന്നത് പോലെ. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ DOP, അതുപോലെ തന്നെ ലൊക്കേഷൻസ് എല്ലാം വളരെ പെർഫെക്റ്റ് സാധനമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പരിപാടി. അത് ഭയങ്കര രസമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തലയുടെ കുറെ ഡയലോഗുകളുണ്ട്. ഡയലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡയലോഗുകളല്ല, അങ്ങനെ ഓഫ് സ്ക്രീനിൽ ഫാൻസിനോടൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ക്ഷമിച്ചു പോകാൻ പഠിക്കുക, നമ്മൾ ആരോടും തമ്മിൽ തല്ലാനുള്ളവരല്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി പോവാ, ഞാൻ എൻ്റെ ലൈഫ് നോക്കി പോവാണ്. അതുകൊണ്ട് തന്നെ പാഷനെ പിന്തുടരുക, അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള പറയുന്ന ഒരുപാട് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ മൂപ്പര് ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനകത്ത് ഒരു ഐ ലവ് യു എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ, അത് പൊളി സാധനമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഭയങ്കര രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. അതുപോലെ തന്നെ തൃഷ എങ്ങനെയാണ് വർഷം കഴിയുന്തോറും ഇത്രയധികം എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അജിത്തിന്റെ ഫ്ലാഷ് ബാക്ക് സീൻസ് കാണിക്കുന്ന സമയത്ത് എന്തൊരു ഭംഗിയാണ്. 53 വയസ്സായിട്ടുള്ള ഒരു ചങ്ങായെന്ന് പറയും കൂടിയില്ല. അത്രയധികം പക്ക ഒരു പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ഗെറ്റപ്പ് ചേഞ്ചുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെ അറിந்தாലിനേക്കാൾ കൂടുതൽ ലവ് പോർഷൻസ് എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് വർക്കായെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വാരി എറിയ അങ്ങനത്തെ തമിഴ് സിനിമകളുടെ ആക്ഷൻ കൊറിയോഗ്രാഫി അല്ല ഈ ഒരു സിനിമയ്ക്കകത്ത്. പക്ക എന്താ പറയുക, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ, വളരെ നോർമൽ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ്. അതിനെ എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് അനിയുടെ സ്കോറുകൾ. അതുപോലെ തന്നെ ഒരു ബ്രോക്കൺ സോങ് ഉണ്ട്. അയ്യോ, അത് എന്ത് രസമായിരുന്നു കേൾക്കാൻ. എനിക്ക് ആ വിക്രത്തിന്റെ ഡേവിഡ് എന്ന് പറയുന്ന സിനിമയിലത്തെ ആ ഒരു സോങ്ങിന് ശേഷം എനിക്ക് ഇത്രയ്ക്കധികം ആ ഒരു ബ്രേക്കപ്പ് സോങ് എനിക്ക് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്തൊരു പാട്ടായിരുന്നു അതിനകത്ത്. അത് നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് സാഹചര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സോങ് ഒക്കെ അവിടെ പ്ലേസ് ചെയ്തതെന്നുള്ളത്. അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ആക്ഷൻ സീക്വൻസ് എനിക്ക് തോന്നുന്നു സുപ്രീം സുന്ദറാണ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്തിരിക്കുന്നത്. കാറിനകത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് ഈ സാധനത്തിനകത്ത്. എൻ്റെ മോനെ, നമ്മളിപ്പോ ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ട ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറുതെന്നും പറയാൻ പറ്റില്ല, എന്നാൽ വലുതെന്നും പറയാൻ പറ്റില്ല, അതിന്റെ ഒരു നല്ലൊരു വേർഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും വില്ലന്മാരായിട്ട് വന്നവരായാലും ശരി, നമ്മുടെ തലയുടെ സൈഡിലുള്ളവരായാലും ശരി, എല്ലാവരും അടിപൊളി. അതുപോലെ തന്നെ അസർബൈജാനിലുള്ള ആൾക്കാരെ കാണിക്കുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്, അടിപൊളി സംഭവമായിരുന്നു. ഞാൻ കണ്ട തിയേറ്ററിനകത്ത് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഒരുവിധം കുറെ സ്ഥലത്ത് സബ് ടൈറ്റിൽ ഇല്ലാന്ന് കേട്ടു. അപ്പൊ ഈ അസർബൈജാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സബ് ടൈറ്റിൽ ഇല്ലാത്തത് ചിലപ്പോൾ ചിലവർക്ക് വിഷയമായേക്കാം. കാരണം തമിഴ് തന്നെ കഷ്ടി മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് പൊളി സാധനമായിരുന്നു. അതുപോലെ തന്നെ അർജുന്റെയും റെജീന കസാൻഡ്രയുടെയും കുറച്ചും കൂടിയും ഇമോഷൻസ് കൺവേ ചെയ്യിക്കാൻ കുറച്ചും കൂടിയും സീൻസ് ആഡ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ 2.25 മണിക്കൂർ, ഇതിപ്പോ തന്നെ 2 മണിക്കൂർ 34 മിനിറ്റോളം ഉണ്ട് ഈ ഒരു സിനിമ. ഇതൊന്നുമില്ലാതെ 2.25 മണിക്കൂർ ഇന്ത്യൻ ഓഡിയൻസിനെ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടായിരിക്കാം അവരുടെ കുറച്ചും കൂടി കൺവേ ചെയ്യിക്കാനുള്ള സീക്വൻസുകൾ ആഡ് ചെയ്യാണ്ടിരുന്നത് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ക്യാരക്ടേഴ്സ് ഒന്നും കൂടി കൺവേ ചെയ്തിരുന്നുണ്ടെങ്കിൽ അടിപൊളി ക്യാരക്ടേഴ്സ് ആവേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. എന്നിരുന്നാൽ കൂടി എന്നെ സംബന്ധിച്ച് എനിക്ക് ഫേവറേറ്റ് ആണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും ക്യാരക്ടർ. അർജുനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ആറ്റിറ്റ്യൂഡ് പൊളി സാധനമായിരുന്നു. റെജീന കസാൻഡ്രയുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു.
ഇപ്പോൾ തൃശ്ശയാണെങ്കിലും എല്ലാവരും ഇവരുടെ ഒരു കൂട്ടുകാരി ഉണ്ട് അനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അവരും നന്നായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പ്രത്യേകിച്ച് അങ്ങനെ ട്വിസ്റ്റ് തേങ്ങ മാങ്ങ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു സംഭവമില്ല. ഇന്റർവെൽ നിർത്തുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതൽ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലാത്തൊരു സംഭവം. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. പക്ഷെ എന്നാലുണ്ടല്ലോ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സിനിമയ്ക്ക്. അത് ഹൈ ലെവൽ പിക്ചർ ക്വാളിറ്റി ആയാലും ശരി, കണ്ടന്റ് ക്വാളിറ്റി ആയാലും ശരി, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയെ സംബന്ധിച്ച്. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ എലിവേറ്റ് ചെയ്യുന്നത് വൺ സെറ്റപ്പാണ്. പ്രത്യേകിച്ച് ആ ചേസിങ് സീൻസിനകത്തും ആക്ഷൻ സീക്വൻസിനകത്തൊക്കെ റൊമാൻറ്റിക് ട്രാക്കുകൾ വേറെ, അതും നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവർ നല്ലൊരു 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. എന്നെ സംബന്ധിച്ച് നല്ലൊരു കിടലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വിടാമുയർച്ച എന്ന് പറയുന്ന ഈ ഒരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.